അയ്യപ്പേട്ട, കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ. ഈ പോസ്റ്ററുകൾ ഇപ്പോൾ എല്ലായിടത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനം തൃശ്ശൂർ കളക്ട്രേറ്റ് പരിസരത്താണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിന് മുന്നിലുമൊക്കെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. അതായത് സുധാകരപക്ഷം ശക്തിയാർജിക്കുന്നു എന്ന് തന്നെയല്ലേ? സുധാകരപക്ഷം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സുധാകരൻ ജനപ്രിയനായ ഒരു കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനപ്രിയതയാണ് ഇവിടെ വെളിവാകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അല്പം മുമ്പ് സംസാരിച്ച പത്രങ്ങളോട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഒരു യുദ്ധത്തിന്റെ വക്കിൽ വന്ന് പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ ആയിട്ടുള്ള നമ്മുടെ ടൂറിസ്റ്റുകളെ പഹൽഗാമിൽ നിഷ്കരണം വെടിവെച്ച് കൊന്നില്ലേ, തോക്കിൻമൂലയിൽ വെടിവെച്ച് കൊന്ന് ഈ അവസരത്തിൽ പാകിസ്ഥാനെ തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ സുധാകരന്റെ ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഓപ്പറേഷൻ സുധാകരൻ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് വെള്ളാപ്പള്ളി. ഒരു ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് സമാനമായ മറ്റൊരു കാര്യമാണ്. യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന പോലെ ഇപ്പൊ സുധാകരന് മിടുക്കില്ലാത്ത കൊണ്ട് കൂടിയല്ല ഈ കണ്ട ജയങ്ങളൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതുമല്ല, യുദ്ധം വരാൻ പോകുന്നത് യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞ ചെറിയ ചില യുദ്ധങ്ങൾ എന്ന് ഉപതെരഞ്ഞെടുപ്പിനെ പറയാൻ പറ്റുള്ളൂ. ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പൊ പാലക്കാട് ഒരു ടാസ്ക് ആയിരുന്നു. മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ പക്ഷെ ഇനി വരാൻ പോകുന്നത് ഒരു മിനിയേച്ചർ അല്ലേ ആ വലിയ നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു. പിന്നെ അത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് റിബലുകൾ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു കരുത്തുറ്റ ശബ്ദമുള്ള ഒരാൾ വേണം. അത് സുധാകരനാണ്. സുധാകരൻ അതിന് കഴിയും. സുധാകരനെ ചുമ്മയല്ല ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരാളൊരു കമാൻഡ് ഇടുന്നതിന് അതിനൊരു പവറും കൂടെ ഉണ്ട്. വെറുതെ ഒരു ഒച്ച മാത്രമല്ല. അതെ, ഉച്ചത്തിൽ സംസാരിച്ചോണ്ട് ആക്രോശിച്ച് സംസാരിച്ചില്ല, അതെ, അതൊരു കമാൻഡ് അല്ലല്ലോ. സതീശന് നിയമസഭയിൽ പിണറായിക്കെതിരെ ഇത്തരത്തിൽ സംസാരിക്കാൻ സതീശനെ സംബന്ധിച്ച് അസഹിഷ്ണുത വളരെ കൂടുതലാണ്. സതീശൻ ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവായിട്ട് ഈ സമൂഹത്തിന് തോന്നാത്തതിന്റെ കാരണം തന്നെ ഈ തൃക്കാക്കര ഇലക്ഷന്റെ ഫലം പറയാൻ ചെന്നിരിക്കുമ്പോൾ സുധാകരൻ മൈക്ക് നീക്കി വെക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഈ മൈക്ക് മാറ്റി വെച്ച് ആൾക്കാരെ മുമ്പേ വെച്ച് ഇളിഭരായില്ലേ. അതിനുശേഷവും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ഇനി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറൊക്കെ എടുത്ത് അടിച്ചൊരുമാതിരി ശാഠ്യം കാണിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവമൊക്കെ അല്ലേ സതീശൻ കാണിച്ചത്. അവിടെയാണ് മെച്ചൂരിറ്റി. നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മുടെ സാധനമല്ല. രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ടതാണ്. അല്ലാതെ വെട്ടൊന്ന് മുറി രണ്ട് ചാടി ഇറങ്ങി. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ മന്ത്രി ഈ 2 കൊല്ലം മുമ്പ് ആ നിയമസഭയിൽ കാണിച്ച വേലകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനു മുമ്പ് അദ്ദേഹം എന്തായിരുന്നു? ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു, മേയറായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം കാണിച്ചത് കന്ന് കൂത്താടിയാൽ കൊള്ളാം, കാള കൂത്താടിയാൽ കൊള്ളില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കന്നെന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, പോട്ടെ, കാള അതിനെ വളർന്നു കഴിഞ്ഞു, പശുക്കുട്ടിയല്ല കാളക്കുട്ടി, ശരി ആവട്ടെ, കാളയായി കഴിഞ്ഞാൽ അത് കാണിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മൾ കൊല്ലങ്ങൾ കഴിയും തോറും, ഇപ്പൊ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കുട്ടി ഇപ്പോൾ ഒരു യുവ നേതാവാണ്. അങ്ങനെ ഇപ്പോൾ വണ്ടിക്ക് കല്ലെറിയാൻ പോവും, അങ്ങനെ കുട്ടികളോടെ പോവും, സമരത്തിനെയൊക്കെ ചെയ്യും. കാലങ്ങൾ കഴിയട്ടെ. ഇപ്പൊ ബൽറാം എത്ര സമരത്തിന് ഇറങ്ങുന്നു? VT ബൽറാം. എത്ര വിഷ്ണുനാഥ് ഇറങ്ങുന്നു? വിഷ്ണുനാഥിന് 50 വയസ്സാവാറായി. വിഷ്ണുനാഥ് ഇപ്പോഴേ വയസ്സനായി. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇല്ലല്ലോ വിഷ്ണുനാഥനെ സഭയിലുണ്ട്. അല്ല, വിഷ്ണുനാഥനെ എവിടെയാണ് കാണുന്നത്? വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞങ്ങളൊക്കെ പഴയ ഉമ്മൻചാണ്ടിക്കാരാണെന്ന്. ഉമ്മൻചാണ്ടി പൊക്കിക്കൊണ്ടുവന്ന നേതാക്കളിൽ ഒരാളാണ് വിഷ്ണുനാഥ്. കുണ്ടറയിൽ ജയിച്ചത് NSS വോട്ടൊക്കെ മാറി വന്നിട്ടാണ്. കാരണം അവിടെ മേഴ്സിക്കുട്ടിയാണ് മത്സരിച്ചത്. അതവിടെ നിന്നോട്ടെ. അപ്പൊ നമ്മളിതിൽ പറഞ്ഞു വരുന്നത് സുധാകരനെ മാറ്റുന്നതിനെ സംബന്ധിച്ച് പോസ്റ്റർ ഇറങ്ങിയതിനെ കുറിച്ചാണ്. പ്രജിത ഇപ്പൊ പറഞ്ഞു കോട്ടയത്ത് കണ്ടു, പാലക്കാട് കണ്ടു. എന്തിന്? പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ വരെ KS-ന് വേണ്ടി പറഞ്ഞുകൊണ്ട് പോസ്റ്റർ വന്നു. അപ്പോൾ ഇതിൽ ഒന്നും തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നതിനടുത്തൊരു സ്ഥലത്ത് കുന്നുകുഴി എന്നുള്ള സ്ഥലത്തിന്റെ പേര്, അവിടെയൊക്കെ സുധാകരന്റെ ഗ്രൂപ്പുണ്ട്. ഇത് താക്കീത് മാത്രമല്ല, സുധാകരനും ഞാൻ അവിടെയും ഗ്രൂപ്പ് എന്ന് ഞാൻ പറയില്ല. സുധാകരൻ കരുണാകരനോടൊപ്പം നിൽക്കുകയും കരുണാകരനോടൊപ്പം ഉണ്ടായിരുന്ന വയലാർ രവിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ വയലാർ രവി ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വയലാർ രവിക്ക് വേറെ ഓർമ്മക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വയലാർ രവി ഗ്രൂപ്പിലെയും ശക്തനായ നേതാവായിരുന്നു. സുധാകരൻ ഒരു എന്താ പറയുക, ഒരു മാസിനെ
ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ക്രൗഡ് പുള്ളറാണ്, യാതൊരു സംശയവുമില്ല. ഇതിൽ മറ്റൊന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇദ്ദേഹത്തിന്റെ പേര് വെട്ടാൻ ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ കെ സി വേണുഗോപാലിനും പങ്കുണ്ട്. കെ സി വേണുഗോപാലിന്റെ പങ്ക് വി ഡി സതീശന് വെറുതെ കുറ്റം പറയാൻ പറ്റില്ല. വി ഡി സതീശന് സപ്പോർട്ട് കൊടുക്കുന്ന കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന്റെ ആവശ്യമാണ് ഇത്തരത്തിൽ ശബ്ദമില്ലാത്ത ഒരു പ്രസിഡന്റിനെ വെക്കുക എന്നുള്ളത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണോ കെ സി? കെ സി ഉന്നം വെക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന കുറഞ്ഞ പ്രായത്തിനിടയിൽ അദ്ദേഹം AICCയുടെ പ്രവർത്തക സമിതി സെക്രട്ടറി ആവുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തുമാത്രം മികവ് ഓതിരം ഘടകം അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ അദ്ദേഹം കണ്ണൂരുകാരനാണ്. കെ സി കണ്ണൂരുകാരനായ കെ സി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അദ്ദേഹത്തിനെ AICCയിലേക്ക് കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പൊ ചിത്രത്തിലേ ഇല്ല. അതായത് കൊണ്ടുവന്നവരെയൊക്കെ വെട്ടിയ ഗുലാം നബി ആസാദിനെ വെട്ടിയില്ലേ? അതിൽ പറയാൻ ഇനി വേറെ ഉണ്ടോ? പിന്നെ കെ സിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വി ഡി സതീശൻ ഈ തരത്തിൽ കളിക്കുന്നത് എന്നാണ് കെ സി വി ഡി സതീശൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, കെ സിക്ക് മുഖ്യമന്ത്രി കസേര നോട്ടമുണ്ട്, വി ഡിക്ക് ഈ മുഖ്യമന്ത്രി കസേര നോട്ടമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വെള്ളിമൂങ്ങ സിനിമ കണ്ടിട്ടുണ്ട്. വെള്ളിമൂങ്ങയിൽ ബിജു മേനോൻ ഇതിൽ ആരായിരിക്കുമെന്നാണ് കരുതേണ്ടത്? അല്ല, ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ പിന്നെ ഈ പറയുന്ന സതീശനെയൊക്കെ പറ്റിക്കുകയാണ്. തനിക്ക് കേരളത്തിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ തമ്മിലടി കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തമ്മിലടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് തോന്നണം കെ സി വേണുഗോപാലിനെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയിറക്കണം എന്ന് വിചാരിക്കും. അതിനു വേണ്ടിയുള്ള കളിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തമ്മിലടിയാണ് കേരളത്തിൽ അങ്ങോട്ട് ഇറക്കാം. അല്ല, അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് കരുണാകരൻ ഇവിടെ ഭരിക്കുമ്പോൾ കരുണാകരൻ പാം ഓയിൽ കേസിൽ പ്രതിയായ ഒരു വിഷയം അദ്ദേഹത്തിന്റെ പിന്നെ അത് കരിയറിൽ പ്രശ്നമാക്കിയിട്ട് സംഭവം ഉണ്ടായിരുന്നു. ശേഷം അദ്ദേഹം ചാരക്കേസിൽ അദ്ദേഹം പെടുന്നുണ്ട്. ആ ചാരക്കേസ് വെറും കെട്ടുകഥയാണെന്ന് പിന്നെ അറിയുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പദം രാജിവെക്കുമ്പോൾ ആന്റണി കേന്ദ്രമന്ത്രിയായിട്ട് ഉണ്ട്. എവിടെയുണ്ട്? ആ കേന്ദ്രത്തിലുണ്ട്. ആന്റണി അന്ന് അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ കൊണ്ട് കെട്ടിയിറക്കുമായിരുന്നു കരുണാകരനെ മാറ്റിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കേരളത്തിലുള്ള ആരെങ്കിലും കേന്ദ്രത്തിലുണ്ടെങ്കിൽ അത് സീനിയർ നേതാവാണെങ്കിൽ കൊണ്ടിറക്കിയുള്ള ഒരു ചരിത്രം കോൺഗ്രസിനുണ്ട്. അത് അന്നത്തെ കോൺഗ്രസ്, ഇത് ഇന്നത്തെ കോൺഗ്രസ്. അന്ന് തടിയുള്ള കോൺഗ്രസ്, ഇന്ന് മെലിഞ്ഞ കോൺഗ്രസ്. മെലിഞ്ഞാലും ആന മെലിഞ്ഞാൽ ഇപ്പൊ ആന മെലിഞ്ഞ് തൊഴുത്തിൽ തന്നെ കെട്ടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ കെ സിയെ അങ്ങനെ ഇറക്കാതിരിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. കെ സിക്ക് അതിനുള്ള ഒരു മികവുണ്ട്. അതായത് ഇത്തരത്തിൽ ചക്രത്തിൽ പോലും നയിച്ച് എവിടം വരെ എത്തണം അത് വിചാരിക്കുകയും അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് കെ സി. അല്ല, കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് കെ സി വേണുഗോപാൽ ചക്രത്തിൽ പോയി കളിച്ച് തന്നെയാണ് ഇപ്പോൾ AICCയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ വിഷയം വന്നപ്പോൾ ശശി തരൂർ ഒരു നോമിനിയാണ് മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ. തനിക്ക് എന്താ യോഗ്യത കുറവെന്ന് വന്നില്ലേ? ഈ തരൂരിന് രാഹുലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും കെ സിക്ക് വലിയ അറിവില്ലാത്തതാണ് എൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ചർച്ചയ്ക്ക് വേണ്ടി കെ സി വേണു രാഹുലിനെ കാണാനായിട്ട് ശശി തരൂർ പോകുന്നു. നിരവധി സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി വാക്പോരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ അവിടെ ചെവി അടിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഈ കെ സി. രാഹുൽ ഇറക്കി വിട്ടു. ആകെ തുകയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേരളത്തിൽ നടക്കുന്ന കേസിനെതിരായിട്ടുള്ള കെ സുധാകരനെതിരായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലാധാരം കെ സി വേണുഗോപാലാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. നമ്മൾ വി ഡി സതീശനെ പറയുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി കസേര തന്നെയാണ്. ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി കസേര മാത്രമല്ല, സുധാകരൻ KPC പ്രസിഡന്റായി ഇരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. കാര്യം പിണറായി വിജയനോട് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് മറുപടി പറയാൻ കഴിയുള്ള ഒരേ ഒരു ആംഗുള്ള ഒരാള് സുധാകരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ ഉറക്കം കെടുത്തുന്ന നിരവധി പല കേസുകളുടെയും തെളിവുകൾ പിണറായിയുടെ വശമുണ്ട്. അതൊന്ന് സരിത കേസാണ്, മെയിനായിട്ട് സോളാർ സരിതയുടെ കേസാണ്. അങ്ങനെ സോളാർ സരിതയുടെ കേസ് ഉള്ളപ്പോൾ കെ സി വേണുഗോപാൽ വല്ലാതെ ഭയക്കുന്നുണ്ട്. കെ സി വേണുഗോപാൽ ഭയക്കുമ്പോൾ ശബ്ദമില്ലാത്ത ഇപ്പൊ ആന്റണി ആരെന്ന് പോലും ചോദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയുണ്ട്. അപ്പൊ ആ അവസരത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും കൊള്ളാത്ത, ആരും അറിയാത്ത ഏതെങ്കിലും ഒരു നപുംസകത്തിനെ പിടിച്ചു നിർത്തുക, അത് കെ സിയുടെ ലക്ഷ്യമാണ്. അതിൽ സതീശനും അറിഞ്ഞും അറിയാതെയും പങ്കുണ്ട്. കാര്യം ഇദ്ദേഹം ഈ പേര് അദ്ദേഹത്തിന് ആന്റണിയുടെ പേര് വരുമ്പോൾ അദ്ദേഹം പാർട്ടി നടത്തി എന്ന് ഡൽഹിയിൽ ക്ലബിൽ ഒരു പാർട്ടി നടത്തി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ക്യാമ്പ് വരെ നടത്തി. അദ്ദേഹം വോട്ട് നേടുന്നതിന് വേണ്ടി ശ്രമിച്ചു. കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങേയറ്റം ഷാഫി ഇവരെല്ലാം ഡൽഹിയിലുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പൊ ആ കരുനീക്കം നല്ല രീതിയിലെ കരുനീക്കം നടക്കുന്നു.
കരുനീക്കം നടത്തിയിരുന്നു. ഇതിലൊന്നു മാത്രമേ നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാനുള്ളൂ. കെ സുധാകരൻ ആവശ്യപ്പെടുന്നത് എന്നെ നിങ്ങൾ നാട്ടിൽ ചിറക്കി വിടരുതെന്ന് പറയുമ്പോൾ തദ്ദേശ ഇലക്ഷൻ വരെയെങ്കിലും എന്നെ ഇരിക്കാൻ അനുവദിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന കെ സുധാകരൻ ചെയ്യാൻ പോകുന്നത്, കെ സുധാകരൻ ഇനി ചെയ്യുന്നത് ഇതിലും ഭീകരമായ കളിയായിരിക്കും. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിൽ അടുത്തൊരു പേര് കൂടി കയറാൻ ശ്രമിക്കുന്നത് കെ സുധാകരനായിരിക്കും. സുധാകരനും മുഖ്യമന്ത്രി ആകണമെന്നൊരു ആവശ്യം സുധാകരൻ മുന്നോട്ട് വയ്ക്കും. അത് ഈ പറയുന്ന പോലെ സുധാകരനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ഫ്ലെക്സ് കൂടെ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളാവും.